وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدناها أن يعرفن فلا يؤذين وكان الله غفورا رحيما. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം ആ മതത്തിനെ എന്നും പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇസ്ലാം ഹനിച്ചു കളയുന്നു എന്നും അവരെ ഇസ്ലാം പരിഗണിക്കുന്നില്ല എന്നും അള്ളാഹുവിന്റെ മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും ആരോപണങ്ങൾ എക്കാലമത്രയും ഇസ്ലാമിന്റെ നേരെ ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ ഒരു സ്ത്രീയുടെ ജനനം മുതൽ അവരുടെ മരണം വരെ ഒരു മകളായി, ഒരു സഹധർമ്മിണിയായി, ഒരു ഉമ്മയായി ഏതെല്ലാം മേഖലകളിലൂടെ അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം ഒരുക്കണമോ അത് മുഴുവനും അള്ളാഹുവിന്റെ ദീന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം തന്നെ ചർച്ചയ്ക്കെടുക്കാനുള്ള കാരണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ പഠിക്കണമെന്ന് ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ പൂഴ്ത്തിവെക്കപ്പെട്ടൊരു ഫയൽ പുറത്തേക്ക് വരുമ്പോൾ ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ആളുകൾ, ഇസ്ലാം സ്ത്രീകളെ തളച്ചിടുകയാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ, അവർ കൃത്യമായി സ്ത്രീകളുടെ എല്ലാ സ്വൈരവികാരങ്ങളെയും അടിച്ചമർത്തപ്പെടുകയും ഇതിനു മുമ്പും കടന്നു വന്നിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ചും മീറ്റു ക്യാമ്പയിനുകളിലെല്ലാം കലാസാംസ്കാരിക മേഖലകളുടെ പേര് പറഞ്ഞ് എത്രത്തോളം ഒരു സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും അവരുടെ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഒരുപാട് പാഠങ്ങളാണ്. അള്ളാഹുവിന്റെ മതമല്ലാതെ, സൃഷ്ടാവായ റബ്ബിന്റെ മാർഗമല്ലാതെ, മനുഷ്യനെ പടച്ച റബ്ബിനല്ലാതെ അതിന്റെ കൃത്യമായ സുരക്ഷിതത്വത്തിന്റെ പാത സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു പാഠം കൂടെ നമ്മളിവിടെ പഠിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, സിനിമകളോ സീരിയലുകളോ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളോ നൽകുന്ന സന്ദേശങ്ങൾ അനുസരിച്ചിട്ടല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ക്രമപ്പെടുത്താനുള്ളത്. കാരണം അവർക്ക് ജനങ്ങളോട് സദാചാരങ്ങളോ നന്മകളോ പഠിപ്പിക്കപ്പെടേണ്ടതില്ല. എത്രത്തോളം അതിന് ക്രിയാത്മകമായി സജ്ജീകരിക്കുന്ന ആളുകൾ പോലും പറയുന്നത്, ഞങ്ങളുടെ ഫിലിമുകൾ കണ്ട് ഒരു 10 കുടുംബമെങ്കിലും ഡിവോഴ്സായി കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമ വിജയിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഇസ്ലാം നൽകുന്ന അതിന്റെ സുരക്ഷിതത്വം, അതിന്റെ സംരക്ഷണം എത്ര മഹനീയമാണ് എന്ന് പഠിക്കാനാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള കൃത്യമായ പാഠം ലോകത്തിന്റെ മേലെ വരച്ചു കാണിക്കുകയാണ്. ഇസ്ലാമിൽ സ്ത്രീ അരക്ഷിതയാണ് എന്നും അവർ സുരക്ഷിതമല്ല എന്നും ആരോപിക്കുന്ന ആളുകളോട് ഈ സാഹചര്യങ്ങളും ഈ സന്ദർഭങ്ങളും പ്രമാണങ്ങളും മാറ്റിവെച്ച് പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ എത്ര സുരക്ഷിതമായിട്ടാണ് ഒരു സ്ത്രീയുടെ സംരക്ഷണം നൽകിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ദുനിയാവിൽ ഏതൊക്കെ വിഭവങ്ങളുണ്ടെങ്കിലും ആ വിഭവങ്ങളിൽ ഏറ്റവും മനോഹരവും ഏറ്റവും സൗന്ദര്യമുള്ള വിഭവം എന്ന് പറയുന്നത് സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്, ഒരു സ്ത്രീയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുനിയ മതാഅ വഖൈറു മതാഇ ദുനിയ അൽമർഅത്തു സ്വാലിഹ.
ഈ ലോകം മൊത്തം നിങ്ങൾക്കുള്ള വിഭവങ്ങളാണ്. ആസ്വദിക്കാനുള്ള എല്ലാ മേഖലകളും ദുനിയാവിലുണ്ട്. പക്ഷെ ദുനിയാവിന്റെ വിഭവങ്ങളിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് സുരക്ഷിതയാണ്. അവർക്കുള്ള സ്ഥാനവും അവരുടെ മഹത്വങ്ങളും അള്ളാഹുവിന്റെ ദീൻ പറയുന്നുണ്ട്. അത് സ്വയം അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും ഈ പാഠം നമ്മൾ ഉൾക്കൊള്ളണം. നോക്ക്, നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തിന്റെ ഓരോ നിയമങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ഒരു സ്ത്രീയെ കെട്ടിക്കുടുക്കിലൂടെ വെക്കാനല്ല, അവർക്കുള്ള സുരക്ഷിതത്വങ്ങൾ നൽകാനാണ്, അവർക്കുള്ള സംരക്ഷണങ്ങളെ തീർക്കാനാണ്, അവരുടെ അഭിമാനത്തിന് സ്വീകരിക്കാനാണ്. കാരണം ഈ നിയമങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചത് സൃഷ്ടാവായ അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. പ്രിയമുള്ളവരെ, ആ നിയമമനുസരിച്ച് തന്നെ ലോകത്ത് എത്ര മാതൃകാ മഹതികളായി കടന്നു വന്ന മാതൃകാ വനിതകളുണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ കൃത്യമായി പഠിക്കുമ്പോൾ കാണാം, മഹതിയായ മറിയം ബീവി സുരക്ഷിതയാണവർ. അവരുടെ ജീവിതത്തിനെ വരച്ചു കാണിക്കുമ്പോൾ ഇന്നും ലോകൈകരായ സ്ത്രീകൾക്കുള്ള മാതൃകയായി. അവർക്കൊരു കുഞ്ഞില്ലാത്ത അവർക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോ, അള്ളാഹുവിന്റെ മലക്ക് വന്നവരുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോ, അവരോടൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോ മറിയം ബീവി പറഞ്ഞ വാക്കാണ് ഏതൊരു സ്ത്രീകളുടെയും മനസ്സുകളിലൂടെ കടന്നു വരേണ്ടത്. വലം യംസസ്നി ബശർ, ഒരു മനുഷ്യൻ പോലും, ഒരൊറ്റ പുരുഷൻ പോലും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല എന്ന് ആധികാരികമായി പറയാൻ, പ്രൗഢമായി പറയാൻ അവർ കാണിച്ച തന്റെ ഇടം, അവരുടെ ജീവിതത്തിനുള്ള ധൈര്യമായിരുന്നു. ലോകത്തിന് മാതൃകയാണ് മറിയം ബീവി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, മക്ക എന്ന് പറയുന്ന മണ്ണില് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ചെല്ലുമ്പോ, ഉംറകൾക്ക് ചെല്ലുമ്പോ, അതിന്റെ റുക്നുകളിൽപ്പെട്ട സഅയ് നടത്തുമ്പോ, സഫാ മർവക്കടയിലൂടെ ഓടുമ്പോ ഓർമ്മിക്കപ്പെടുന്ന ഒരു വനിതയുണ്ട്. തന്റെ കുഞ്ഞിനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ ഓടിയൊരു മാതൃത്വത്തിന്റെ മനസ്സുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാ വഹിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് താങ്ങായി തണലായി വർത്തിച്ച മഹദി ഹാദറിന്റെ ചരിത്രം അവിടെ കാണുമ്പോ അവർ ലോകത്തിനുള്ള മാതൃകയായി കടന്നു വന്നിട്ടുള്ള സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലൂടെ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ ഏകത്വത്തിന് ചോദ്യം ചെയ്യാൻ ഫിർഔന് കടന്നു വന്നപ്പോ, ഞാനാണ് ഇലാഹ്, ഞാനാണ് റബ്ബി എന്ന് പറയുമ്പോ, ഒരു സ്ത്രീ എന്ന പരിമിതികൾക്കുള്ളിൽ നിന്നാലും എന്നെ സൃഷ്ടിച്ച യജമാനനായ റബ്ബിനോടുള്ള കടമ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മരണത്തിന് വിധേയമാക്കപ്പെടുമ്പോ, നോക്ക് നിങ്ങൾ, ശരീരത്തിന്റെ മനോഭാഗങ്ങളിലൂടെ ആയുധങ്ങളെ പ്രഹരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും മരണത്തിന് മുഖാമുഖം കാണുമ്പോ, അല്ലാഹുവേ, നിന്റെ അടുക്കൽ ഒരു മണിമാളിക, ഈ ഫിർഔനിന്റെ കൊട്ടാര സോപാനങ്ങൾ എനിക്ക് വേണ്ട, അതിലുള്ള സൗകര്യങ്ങൾ എനിക്ക് വേണ്ട, നിന്റെ അടുക്ക സ്വർഗത്തിൽ ഒരു മണിമാളിക എനിക്ക് പണിത് തരണമേ എന്ന് പറഞ്ഞ മരണത്തെ വരിക്കാൻ തയ്യാറായ മഹദി ആസിയ ബീവി. പ്രിയമുള്ളവരെ, എവിടെയൊക്കെ ചരിത്രങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളിലൂടെ കടന്നു വന്ന മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരു മറക്ക് പിന്നിൽ യൂണിവേഴ്സിറ്റി കണക്ക് അനവധി സ്വഹാബത്തിന് യൂണിവേഴ്സിറ്റി കണക്ക് അധ്യാപനങ്ങളെ പകർന്നു കൊടുത്ത മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചരിത്രങ്ങളിലൂടെ എടുത്തു നോക്കുമ്പോ അള്ളാഹുവിന്റെ ദീന് സംഭാവന ചെയ്ത ഒരുപാട് വനിതകൾ മാതൃകളായി ലോകത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്രത്തോളം അല്ലാഹു തആല ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞു എന്നറിയുമോ? നിങ്ങൾ അല്ലാഹു തആല പടച്ചത് ഒരേ ആത്മാവിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തു നിസാ തുടങ്ങുന്ന ഭാഗം പോലും അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നുള്ളതാണ്. പുരുഷന്റെ ആധിപത്യങ്ങളും പുരുഷന്റെ ഗാംഭീര്യങ്ങളും പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ പുരുഷനോട് സ്ത്രീകൾ എന്നുള്ളത് ഇന്ന നിസാ അശഖായിക റിജാൽ, പുരുഷന്മാരെ നിങ്ങളുടെ ഭാഗമാണ് നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളുള്ളതുപോലെ അവർക്കുള്ള അവകാശങ്ങളുമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ എവിടെയും തളച്ചിട്ടിട്ടില്ല. നിങ്ങൾക്കറിയോ, അള്ളാഹുവിനോട് ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ആരാധനകളുടെ മേഖലകളാണ്. ആ ആരാധനാ മേഖലയിൽ പോലും അള്ളാഹുവിന്റെ ദീന് സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവന്റെ പള്ളികളോട് അനുവാദം കൊടുത്തു. അതുകൊണ്ടല്ലേ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദസ്തുദിനത് ഇംറഅതി അഹദികും ഇലൽ മസ്ജിദി ഫലാ യംനഅഹാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്കെങ്ങാനും ഒരു പെണ്ണ് വരട്ടെ എന്ന് അനുവാദം ചോദിച്ചാൽ ഭർത്താക്കന്മാരെ അവരെ നിങ്ങൾ തടയരുത്. ലാ തംനഉൻ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദ്, പള്ളികളിൽ നിന്ന് സ്ത്രീകൾക്കുള്ള ഓഹരി നിങ്ങൾ തടഞ്ഞു വെക്കരുതട്ടോ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഇസ്ലാം വകവെച്ചു കൊടുത്തതാണ്. ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പരിപൂർണമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉള്ളവരില്ലാത്തവർക്ക് നൽകിയിട്ടാണെങ്കിലും ആ പെരുന്നാളിന്റെ മുസല്ലായിലേക്ക് വരട്ടെ എന്ന് നമസ്കാരമില്ലാത്ത സ്ത്രീകളോട് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇമാമിന്റെ ഖുത്ബ ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനും, ഗ്രഹണ നമസ്കാരങ്ങൾക്ക്, പെരുന്നാൾ നമസ്കാരങ്ങൾക്ക്, അതുപോലെ തന്നെ ഇഅ്തികാഫിന്, പ്രിയമുള്ളവരെ ഹജ്ജ് കർമ്മത്തിന്, ഉംറ നിർവഹിക്കാൻ, എല്ലാ മേഖലകളിലും അല്ലാഹു തആല ആരാധനാ മേഖലകളിൽ സ്ത്രീകൾക്ക് വേണ്ടി എത്രത്തോളം അറിയോ, യുദ്ധമുഖത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ഭക്ഷണവും വെള്ളവും ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ കൂടെ യുദ്ധത്തിന്റെ അതേ പ്രതിഫലമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഒരു സ്ത്രീയുടെ സുരക്ഷയാണോ? ആ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഉപാധികൾ എന്തൊക്കെയാണ്? അത് പാലിക്കുമ്പോ പ്രിയമുള്ളവരെ ഒരു സ്ത്രീക്ക് എവിടെയും സങ്കടപ്പെടാനില്ല. ഇന്ന് തെരുവോരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങൾ നടത്താൻ പർദ്ദ ചൂടാണ്, പർദ്ദ പ്രശ്നമാണ്, അതിനുള്ളിൽ തളച്ചിടപ്പെടുകയാണ്. പർദ്ദ ധരിക്കുന്നവർക്കല്ല പ്രശ്നം, ഹിജാബ് ധരിക്കുന്നവർക്കല്ല പ്രശ്നം. അതൊന്നും ധരിക്കാതെ തുറന്നിട്ട് നടക്കുന്നവർക്കാണ് പർദ്ദ പ്രശ്നമാകുന്നുവെങ്കിൽ അതിന്റെ രോഗം വേറെയാണ്. അള്ളാഹുവിന്റെ ദീന സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ സുരക്ഷിതരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണം തീർക്കാൻ അള്ളാഹുവിന്റെ മതം പറയുന്ന വിഷയങ്ങളിൽ ഒന്ന് പറഞ്ഞവരുടെ വസ്ത്രധാരണമാണ്. ഹിജാബ് അവർ സ്വീകരിച്ചുകൊള്ളട്ടെ. ഈ വസ്ത്രധാരണം സ്വീകരിക്കണമെന്ന് പറയുമ്പോ ആളുകളൊക്കെ സാധാരണ പറയുന്നതെന്നറിയോ, അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരെ അവരുടെ കണ്ണുകളെ മൂടിയാ പോരെ എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, എന്റെ കയ്യിൽ കുറച്ച് മുന്തിരിയുണ്ട്, അതിനെ വൃത്തിയായി സംരക്ഷിക്കണമെന്നാൽ എല്ലാ ഈച്ചയെയും പിടിച്ച് ഞാൻ കൂട്ടിലിടലില്ല. എന്റെ പക്കലുള്ള മുന്തിരിയെ ഞാൻ സുരക്ഷിതമായി മൂടിവെച്ചാൽ അതിനോട് ഞാൻ തീർക്കുന്ന സംരക്ഷണമാണ് എന്നതുപോലെ അവനവന്റെ സംരക്ഷണങ്ങളെ അവരവരോട് തീർക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആയത്ത് വന്നു. 33-ാം അധ്യായം 59-ാമത്തെ വചനമാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാദിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. റസൂലേ, ഭാര്യമാരോട് പറയണേ റസൂലേ, പെൺമക്കളോട് പറയണേ റസൂലേ, ലോകൈകരായ സ്ത്രീകളോടും ഒന്ന് പ്രഖ്യാപിക്കണേ പ്രവാചകരെ. എവിടുന്നാ തുടങ്ങണേ? വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. റസൂലെ, ഭാര്യമാരോട്, പെൺമക്കളോട്, ലോകൈകരായ സ്ത്രീകളോട്, യുദ്നീന അലൈഹിന്ന മിൻ സലാബീബിഹിന്ന, അവരുടെ ശരീരങ്ങളെ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത് എന്നുള്ളതാണ്. ذَلِكَ أَدْنَىٰ أَن يُعْرَفْنَ فَلَا يُؤْذَيْنَ, അവർ തിരിച്ചറിയപ്പെടാനാണ്. അവരൊരു സ്ത്രീയാണ്, അവർ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, തിരിച്ചറിയാനാണ്. ഫലാ യുഅ്ദൈൻ, അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. അള്ളാഹുവിന്റെ ദീന് പറയാൻ നിങ്ങൾക്കൊരു ക്യാമറാമാന്റെ മുമ്പിലും കണ്ണീർ പൊഴിക്കേണ്ടി വരില്ല, ഒരു ക്യാമ്പയിനിന്റെ വക്താക്കളായും പോയി നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ സംരക്ഷണങ്ങളെ തീർക്കാനാണ്. ഫലാ യുഅ്ദൈൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ്. ആരാ ഇത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, ആ ഒരു വസ്ത്രത്തെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാൻ നിങ്ങൾ നോക്ക്. കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഔറത്താണ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറ, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ ഔറത്താണ്. ഫൈദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്വാൻ, അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുരുഷന്മാരോട് അവർക്കത് അലങ്കൃതമാക്കി ശൈത്താൻ കൊടുക്കുന്നൻ. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ മാനസികാവസ്ഥ വെച്ച്
അവരിലേക്ക് നോക്കാൻ, അവരിലേക്ക് ആകർഷണീയത വരാൻ. അതുകൊണ്ടല്ലേ പെർഫ്യൂം പോലും സുഗന്ധം പോലും ഉപയോഗിക്കുന്നിടത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിലല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് കരുതി, ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് വരട്ടെ എന്ന് കരുതി ഒരു പെണ്ണെങ്ങാനും പെർഫ്യൂം ഉപയോഗിച്ചാൽ ഒരൽപ്പം കടുത്ത ഭാഷയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹാ സാനിയ, അവൾ വേശ്യയാണ്. കാരണം എന്താ? എന്റെ മണം എല്ലാവരും ആസ്വദിക്കണമെന്ന് കരുതി ആ പെർഫ്യൂം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്നവൾ, നിന്നിലേക്ക് അവരുടെ ആകർഷണീയത വരും. നിന്റെ വസ്ത്രം കൃത്യമല്ലെങ്കിൽ ആളുകൾ നിന്നെ ഉപദ്രവിക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്. സൃഷ്ടിച്ച റബ്ബ് ആണിനെ പടച്ച പെണ്ണിനെ പടച്ച അവന്റെ വൈകാരിക തലങ്ങൾ അറിയുന്ന, അവന്റെ ചിന്തകൾ അറിയുന്ന, അവന്റെ ചലനങ്ങൾ അറിയുന്ന, അവന്റെ വൈകാരികതയുടെ മൂവ്മെന്റുകൾ അറിയുന്ന അതേ സൃഷ്ടാവായ റബ്ബാണ് പറയുന്നത്, പുരുഷനെ പടച്ച അള്ളയാണ് പറയുന്നത്. അവനിൽ നിന്നുള്ള നിന്റെ സംരക്ഷണമാണ്, അന്യ ആളുകളിൽ നിന്ന് നിന്റെ സംരക്ഷണമാണ് നിന്റെ വസ്ത്രധാരണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതിനാണ്, അതുകൊണ്ട് അവൾ സുരക്ഷിതമാകണോ, ഇസ്ലാം പറഞ്ഞ വസ്ത്രം സ്വീകരിക്കണമെന്നുള്ളതാണ്. രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ പറഞ്ഞ് പുരുഷന്മാരോടൊപ്പം ഒരിക്കലും ഒരു സ്ത്രീ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. ഒരാണും പെണ്ണും ഒറ്റക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പ്രിയമുള്ളവരെ, സമൂഹത്തിന്റെ മുമ്പിൽ പാഠമാണ്. ഏതെങ്കിലും ഒരു സ്ക്രീനുകളുടെ മുമ്പിൽ തന്റെ സൗന്ദര്യത്തിനെ, ശരീരത്തിനെ, നടനത്തിനെ, ലാവണ്യത്തിന് പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് അവസരം കിട്ടാൻ, പ്രശസ്തി ഉണ്ടാവാൻ, പണമുണ്ടാവാൻ ആളുകളായ പ്രൊഡ്യൂസേഴ്സിന്റെ പിന്നാലെ നടന്ന ആളുകൾ പറയുന്നു, ഇന്ന് ഞങ്ങൾ സുരക്ഷിതരല്ല. അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു, ഒരാണിന്റെ കൂടെയും നിങ്ങൾ ഒറ്റക്കാവല്ലേ. മുത്തറസൂല പറയാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാനായ ഒരാണും ഒരു പെണ്ണിനോട് ഒറ്റക്കാവരുത്, ഇല്ലാ മഅദീ മഹ്റമ, അവരുടെ കൂടെ ഒരു മഹ്റമുണ്ടായിട്ടല്ലാതെ. ഒരാണിന്റെ കൂടെ ഒറ്റക്കാവാൻ പാടില്ല, അവരെ തമ്മിൽ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഫോണുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങളുടെ ഖുതുബ് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് ആധുനിക പണ്ഡിതന്മാർ ഇതിനെ വിശകലനം ചെയ്ത് പറയുന്നത്, ഒരു ചാറ്റ് റൂമുകളിൽ പോലും അങ്ങനെ അവർ സ്വകാര്യതകളെ പങ്കിടുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്, അങ്ങനെ ഒറ്റക്കായി തീരരുത് എന്ന് അള്ളാഹുവിന്റെ ദീന നമ്മളോട് പറയണത്. നമ്മളൊക്കെ അതിലെ ഈ മഹറമിന്റെ കടമ്പ കടന്ന്, മുത്തറസൂല് പറഞ്ഞൊരു വാക്ക് നമ്മളുടെ മനസ്സ് വല്ലാതെ കൊത്തി വെക്കേണ്ട ഒരു വാക്കുണ്ട്, ഇയ്യാക്കുമുൽ ഹംവ, ഹംവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അൽ ഹംവു അൽ മൗത്ത്, ഹംവ് എന്ന് പറഞ്ഞാൽ മരണസമാനമാണെന്നാണ്. എന്തീ ഹംവ് എന്ന് പറഞ്ഞാൽ? ഭർത്താവിന്റെ അനുജന്മാരെ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാളും തെറ്റിദ്ധരിക്കാത്ത ആളുകളില്ലേ, അവരെ നിങ്ങൾ, ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര പോകാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇസ്ലാം നൽകുന്നത് പാഠങ്ങളെ. ആളുകൾ പൊതുജനം തെറ്റിദ്ധരിക്കില്ല. നോക്കേ, വീട്ടിലേക്ക് വന്ന അളിയന്റെ കൂടെ ആ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിനെ വാപ്പിയും ഇങ്ങനെ ബൈക്കിൽ പറഞ്ഞേക്കുമ്പോ അവര് പറയുന്നത് ഇക്കാക്കല്ലേ, സ്വന്തം ജ്യേഷ്ഠന്റെ സ്ഥാനത്തല്ലേ. നമ്മൾ ഈ വാക്ക് പറയും. മനുഷ്യനെ പടച്ച അല്ലാഹ് വഹി കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറത്താരും തെറ്റിദ്ധരിക്കില്ല. അവർക്കിടയിൽ ശൈത്താൻ പ്രവർത്തിക്കും. അത് മരണസമാനമാണ്. അൽ ഹംവു അൽ മൗത്ത്, മരണമാണ്. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കാൻ, ഒറ്റക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. മാത്രമല്ല മുത്തറസൂല പറയാണ്, മറ്റൊരു സ്ത്രീയുടെ സുരക്ഷിതമാണ് അന്യ പുരുഷന്മാരോട് കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവല്ലേ. മറ്റുള്ള പുരുഷന്മാരോട് കൂടിക്കലരുതെന്നാണ്. ഇപ്പൊ പള്ളിയിലെ അള്ളാന്റെ പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ പുരുഷന്മാരുടെ പുറകിലാണ് സ്ത്രീകൾ നിസ്കരിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ പള്ളിയിലുള്ളതുപോലെ മറ്റൊരു സൗകര്യം അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യർഫഅന റൂസകുന്ന ഹത്താ യസ്തവിയ റിജാലു ജുലൂസ, പുരുഷന്മാർ അവരുടെ ഇരുത്തം സമമാകുന്നത് വരെ സ്ത്രീകളുടെ വരെ തല സുജൂദിന് പൊന്തിക്കാൻ പാടില്ല. ബുഖാരിയിലെ ഹദീസാണ്. ഇദാകാന സൗബു ലൈക, വസ്ത്രം ഇടുങ്ങിയതായാൽ എന്ന ചാപ്റ്ററിലാണ് ആ ഹദീസ് വന്നത്. അഥവാ പുരുഷന്മാര് വസ്ത്രമില്ലാത്തത് കൊണ്ട് ഒരു വസ്ത്രം പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് അവരിങ്ങനെ നിസ്കരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ എണീക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ എണീറ്റാൽ പുരുഷന്മാരുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ എണീക്കുന്നത് വരെ
സ്ത്രീകൾ അവരുടെ തല ഉയർത്തരുത് എന്ന് പോലും റസൂലുള്ളാഹി പറഞ്ഞു. ആ വിഷയങ്ങളെ പഠിപ്പിക്കുമ്പോ ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ, പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആദ്യത്തെ സഫാണ്, ഏറ്റവും മോശമുള്ളത് ബാക്കിലെ സഫാണ്. എന്നിട്ട് പ്രവാചകൻ പറയാൻ, എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ വഖൈറു സുഫൂഫുൻ നിസാ, സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ഉത്തമമായത് ആഖിറുഹ, അതിലേറ്റവും പുറകിലുള്ള സഫാണ്, ഏറ്റവും പുറകിലുള്ള സഫാൻ. എന്തുകൊണ്ടാണ്? ആണുങ്ങളോട് കൂടെ കൂടിക്കലരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ സഫുകളിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ലത് ഏറ്റവും പുറകിലാണ്. അങ്ങനെ പോലും ആരാധനാ മേഖലകളിൽ പോലും അള്ളാഹുവിന്റെ ദീന് പറയാൻ കൂടിക്കലരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. പ്രിയമുള്ളവരെ, നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് ഖുർആനാവട്ടെ ഹദീസുകളാവട്ടെ ആരാണ് ലോകത്തോട് പറയുന്നത്? അത് ഹദീസല്ല, റസൂല് പറഞ്ഞല്ല കേട്ടോ, അള്ളാന്റെ വഹിയാണ്. പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രമാണമാണ്, ഹദീസും പ്രമാണമാണ്. വ്യത്യാസം എവിടെയുള്ളൂ? ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട്, ഹദീസ് ഓതിയാൽ ഒരു ഹർഫിന് 10 നന്മ എന്ന് പറയുന്ന പോലെ പ്രതിഫലമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് പ്രമാണമായി സ്വീകരിക്കേണ്ടിടത്ത് ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും സ്വീകരിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ട് മനുഷ്യനെ പടച്ച അല്ലാഹ് മതമായി പറഞ്ഞു തന്ന സാഹചര്യമാണ് അവരോട് കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. പ്രിയമുള്ളവരെ, കലാലയങ്ങളും ക്യാമ്പസുകളും തുടങ്ങി അവിടെ നിന്നിങ്ങോട്ട് വളർന്നു വരുന്ന ഏത് മേഖലകളിൽ നോക്കിക്കോ, ആളുകൾക്ക് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകുന്നത് അവരുടെ ഓപ്പോസിറ്റ് സെക്സുകളോടാണ്. അവർ കൂടിക്കലരാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഓപ്പോസിറ്റ് സെക്സുകളോടാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനവിടെ സുരക്ഷിതത്വത്തിന്റെ മേഖല പറഞ്ഞു തന്നതാണ്. കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ പ്രമാണം പറഞ്ഞു മഹ്റമിനോടൊപ്പമല്ലാതെ യാത്രകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. മുത്തറസൂൽ പറയാണ്, ലാ യഹില്ലു ലിംറാ, ഒരു പെണ്ണിനും തന്നെ അനുവദനീയമല്ല അൻതുസാഫിറ ഇല്ലാ വമഹാദു മഹ്റമിൻ മിൻഹാ, അവളിൽ നിന്നുള്ളൊരു മഹ്റമിന്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യൽ ഒരു പെണ്ണിന് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഒരു മഹ്റമിന്റെ കൂടെയല്ലാതെ യാത്ര ചെയ്യൽ അനുവദനീയല്ലെന്ന്. ഞാൻ എന്റെ മനസ്സിൽ വല്ലാതെ കൗതുകം തോന്നിയത്, താമസിക്കുന്ന ഹോട്ടലിന്റെ ഡോർ വന്ന ആളുകൾ മുട്ടിയെന്ന് കമ്മീഷൻ റിപ്പോർട്ട് പറയുമ്പോൾ അവർക്ക് സുരക്ഷിതമായി ഇടപെടാൻ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ടുകൾ കടന്നു വരുമ്പോ ഈ ആളുകൾ ആരാന്നറിയോ? ഇസ്ലാം പെണ്ണിനെ തളച്ചിടാന്ന് പറയുന്നവർ, ഇവിടെ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നവർ, അതിനുവേണ്ടി കൊടിപിടിക്കുന്നവർ, അവരോടൊക്കെ അള്ളാഹുവിന്റെ ദീന് പറയുന്ന അവരുടെ മഹ്റമിന്റെ കൂടെ സുരക്ഷിതമായിട്ടല്ലാതെ ഒരു യാത്ര ഒരു പെണ്ണിന് വേണ്ട എന്ന് അള്ളാഹുവിന്റെ ദീന് പറയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, പെണ്ണിന്റെ സുരക്ഷ കണക്കാക്കി തന്നെയാണ്. അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ ആര് പാലിക്കാനുള്ള മനസ്സുണ്ടോ, സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ വഴികളും ഇസ്ലാം വിലക്കുകയാണ്, എല്ലാ വഴികളും ഇസ്ലാം അടച്ചു വെക്കുകയാണ്. എന്നാൽ ഈ നിയമങ്ങൾ ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുന്നവരാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്നവർ. അവർക്ക് അൽഹംദുലില്ലാഹ് ഈ നിയമങ്ങളെ ആസ്വദിക്കാൻ സാധിക്കും. അവർക്ക് പർദ ആസ്വാദനമാണ്, അവരുടെ ശരീരം അവർക്ക് സുരക്ഷിതമാണ്, മറ്റുള്ള കണ്ണുകളിൽ നിന്ന് അവർ പ്രൊട്ടക്റ്റഡ് ആണ്. പ്രിയമുള്ളവരെ, ഈ ആസ്വാദനം ആസ്വദിക്കാൻ കഴിയുന്നവർ മുസ്ലിങ്ങളായ സ്ത്രീകൾ മാത്രമാണ്. ഇനി ഒരൊറ്റ വാക്കുകൂടെ, സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ ദീന് നൽകുന്ന മഹത്വം എത്രത്തോളം ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പുരുഷന്മാരെ, ഒരിക്കലും നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഉപദ്രവം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കടന്നു വരാൻ പാടില്ല. അള്ളാഹിന്റെ പ്രവാചകൻ പറയാൻ, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ മാതാക്കളെ പ്രയാസപ്പെടുത്തുന്നത് അള്ളാഹു നിങ്ങളുടെ മേലെ ഹറാമാക്കിയതാണ്. വമൻഇൻ വഹാത്ത്, കൊടുക്കാനുള്ളതിനെ തടഞ്ഞു വെക്കുന്നവര്, അർഹതയില്ലാത്തതിന് ആവശ്യപ്പെടുന്നവര്, അതും അല്ലാഹു ഹറാമാക്കിയതാണ്. വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ കുടിച്ചു മൂടുന്നതും അല്ലാഹു നിങ്ങളുടെ മേലെ ഹറാമാക്കിയതാണ്. ഒരു പെണ്ണിനെ കുഴിച്ചു മൂടാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ സ്ത്രീകൾക്ക് വേണ്ടി നൽകിയ സംരക്ഷണമാണ്. പ്രിയമുള്ളവരെ, പുരുഷന്മാരോട് അവരോടുള്ള കടമ പറഞ്ഞതാണ്. ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അവരെ ഉപദ്രവിക്കാൻ സാധ്യമാണോ? മാത്രമല്ല, ഒരു പെൺകുട്ടിയെ വളർത്തുന്നവരോട് സ്വർഗമുണ്ടെന്ന് പോലും
പെൺകുട്ടി ജനിക്കാന്ന് പറയുമ്പോ തന്നെ നെറ്റി ചുളുങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പറയ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു പറഞ്ഞു, വൈദാ ബുശ്ശിറ അഹദുക്കും ബിൽഉൻസ, പെൺകുട്ടി ജനിക്കുന്നത് സന്തോഷ വാർത്തയാണ്. അത് മാത്രമല്ല, മുത്തറസൂല് പറയാണ്, ഒരു വാപ്പാക്ക് സ്വർഗം കിട്ടുന്ന കാരണം കാണണോ? മൻ കാന ലഹു ഉൻസ, ഒരാൾക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്, ഫലം യസിദ്ഹാ, അതിനവൻ കുഴിച്ചു മൂടിയില്ല, വലം യുഹിൻഹ, ആ പെൺകുട്ടിയോട് അപമാനം ആ മനുഷ്യന് കാണിച്ചിട്ടില്ല, മാന്യതയോടെ വളർത്തിക്കൊണ്ടുവരികയാണ്, അപമാനം കാണിച്ചിട്ടില്ല, വലം യുഅ്സിറ വലദഹു അലൈഹ, ആൺകുട്ടിയെക്കാളും പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിയെക്കാളും ആൺകുട്ടിയോട് സ്വാധീനം കൊടുത്തിട്ടില്ല. അവന്റെ അടുക്കല് പെൺകുട്ടീനേക്കാളും വലിയ സ്ഥാനം ആൺകുട്ടിക്കില്ല. അവരോട് സമത്വം കാണിച്ച് വളർത്തിയവനാണെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നൻ. എങ്ങനെ? അവരെ കുഴിച്ചുമൂടിയില്ല, അവരുടെ അപമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല, ആ പെൺകുട്ടിയേക്കാൾ ആൺകുട്ടിക്കൊരു സ്ഥാനം കൊടുത്തില്ല. അങ്ങനെ തുല്യതയോടെ, നീതിയോടെ, മഹത്വത്തോടെ ആ പെൺകുട്ടിയെ വളർത്തിയാൽ രക്ഷിതാക്കളെ അള്ളാഹു സ്വർഗത്തിലൂടെ പ്രവേശിപ്പിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് അതൊരു പെണ്ണിനോടാണ്. മന്നഹക്കുന്നാസി ബിഹുസ്നിൽ സഹാബ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാ? മുത്തറസൂൽ ഒന്നല്ല രണ്ടല്ല 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു, ഉമ്മയാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും ബാപ്പാന്റെ മഹത്വങ്ങളും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചവരാൻ. നിങ്ങൾ നോക്ക്, അത്ര വലിയ കടമയുള്ളത്. മാത്രമല്ല, ലോകത്തൊരു പുരുഷനോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് എവിടെയാണെന്നറിയോ? അങ്ങാടിയിലല്ല, സമൂഹത്തിലല്ല. അതിനേക്കാളും പ്രാധാന്യമുള്ളത് അള്ളാന്റെ ഖുർആൻ പറയാണ്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ലതായ രീതിയിലൂടെ നിങ്ങൾ പെരുമാറണേ. നിങ്ങളുടെ ഭാര്യമാരോട്, സഹധർമ്മിണിമാരോട് ഏറ്റവും നല്ല രീതിയിലൂടെ പെരുമാറണേ. അള്ളാന്റെ ഹബീബ് പറയാണ്, ഇസ്തൗസൂ ബിന്നിസാ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിലൂടെ പെരുമാറാൻ പരസ്പരം വസിയ്യത്ത് നിങ്ങൾ നൽകണമെന്നാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞൊരു വാരിയല്ല് പോലെ, മുകളിലുള്ള വാരിയല്ല ഒന്നുകൂടെ വളഞ്ഞതാണെങ്കിൽ ഒറ്റയടിക്ക് നിവർത്താൻ നിങ്ങൾ ശ്രമിക്കല്ലേ, അത് പൊട്ടുന്നതാണ്. അതുകൊണ്ട് അവരോട് ഏറ്റവും നല്ല രീതിയിലൂടെ പെരുമാറണമെന്ന് നിങ്ങൾ പരസ്പരം വസിയ്യത്ത് ചെയ്യണമെന്നാണ്. വസ്തൗസൂ ബിന്നിസാ, അതുകൊണ്ട് സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന് എന്റെ വസിയ്യത്തിനെയും നിങ്ങൾ സ്വീകരിക്കണേ. ആ ഹദീസിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? നിങ്ങൾ പരസ്പരം ഉപദേശിക്കേണ്ടത് സ്ത്രീകളോട് മാന്യമായി പെരുമാറാനാണ്. അതിന്റെ അവസാനം എന്താ പറഞ്ഞേ? സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന എന്റെ വസിയ്യത്തിനെ നിങ്ങൾ സ്വീകരിക്കണേ എന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കേ, ഇനി മാത്രമല്ല കേട്ടോ, ഏതൊരു പുരുഷനും ഹൃദയം തട്ടുന്ന രീതിയിലെ ഒരു പെണ്ണിന്റെ മഹത്വം അള്ളാഹു ചേർത്ത് പറഞ്ഞു വെച്ചത് എവിടെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അറഫയുടെ മൈതാനിയിലെ ഖുത്ബത്തുൽ വിദാഇൽ മുത്തറസൂലിന്റെ പ്രസംഗം തുടങ്ങുന്ന ഒരു വാക്കുണ്ട്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ നമ്മൾ നിക്കാഹ് കഴിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ സഹധർമ്മിണിമാരുടെ വിഷയത്തില് അള്ളാനെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം ഫഇന്നകും അഖസ്തുമൂഹുന്ന ബിഅമാനില്ലാ, അള്ളാഹുവിനുള്ള അമാനത്ത് കൊണ്ടാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചത് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാനെ സൂക്ഷിക്ക. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അള്ളാന്റെ കലിമത്ത് കൊണ്ടാണ് അതുവരെ ഹറാമായിരുന്ന അവൾ നിങ്ങൾക്ക് അനുവദനീയമായത്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നാമത്തിലൂടെ മറ്റൊരാളുടെ വിലായത്തിലൂടെ കടന്നിരുന്ന പെൺകുട്ടിയെ തന്റെ വിലായത്തിലൂടെ കൈകാര്യം നടക്കുമോ അവളെ നിങ്ങൾ സ്വന്തമാക്കിയത് അള്ളാഹുവിന്റെ പേരിലുള്ള കരാറ് കൊണ്ടാണ്, അവന്റെ കലിമത്ത് കൊണ്ടാണ്, അവന്റെ പേരിലാണ് അനുവദനീയമായതെങ്കിൽ അവരോടുള്ള ഓരോ പെരുമാറ്റവും നിങ്ങളോട് ചോദിക്കുന്നത് യജമാനനായ റബ്ബായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹധർമ്മിണിമാരുടെ വിഷയങ്ങളിൽ അള്ളാഹനെ സൂക്ഷിക്കണേ. വല്ലാത്ത വാക്കല്ലേ, വല്ലാത്ത വാക്കല്ലേ. അത് പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ റസൂലുള്ള പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ഫിൽ മഅറൂഫ്, മാന്യമായ ഭക്ഷണം കൊടുക്കണം കേട്ടോ, മാന്യമായ വസ്ത്രം കൊടുക്കണം കേട്ടോ. അതായത് നിങ്ങൾ ധരിക്കുമ്പോ അവളെയും ധരിപ്പിച്ച്, നിങ്ങൾ കഴിക്കുമ്പോ അവളെയും കഴിപ്പിച്ച്,
അങ്ങനെ മാന്യമായൊരു ജീവിതം നോക്ക. പ്രിയമുള്ളവരെ, എത്ര സുരക്ഷിതമാണ് ഇസ്ലാം. ഒരു ഖുത്ബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഇസ്ലാം നൽകുന്ന മഹത്വം, അവരനുഭവിക്കുന്ന ആനുകൂല്യം, സ്വത്തവകാശം പോലും ഇതര മതങ്ങളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിലാണ് അവർക്ക് വേണ്ടി കൊടുത്തത്. ഡയറക്റ്റ് അവർക്ക് സ്വത്തിന് അവകാശമുണ്ട് എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ സംരക്ഷണയിൽ കഴിയാനുള്ള സൗഭാഗ്യം കൂടെ അള്ളാഹു തആല അവർക്ക് വേണ്ടി കൊടുത്തു. നോക്കേ, അവരോടുള്ള ബഹുമാന്യത, നിങ്ങൾ എത്രത്തോളം അവരോടുള്ള കടമ നിർവഹിക്കുന്നിടത്ത് മറ്റുള്ളവന്റെ മാതാക്കളെപ്പോലും ഉമ്മമാരെപ്പോലും നിങ്ങൾ ചീത്ത പറയാതെ അതിനുള്ള മഹത്വം നിങ്ങൾ കാണിച്ച്, ഇങ്ങനെ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും പുരുഷന്മാരോട് ഒരു രീതിയിലും അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന്, ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന്, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തിയിടണമെന്ന് ഇങ്ങനെ പറയുന്ന മനോഹരമായ സുന്ദരമായ ദീനിന്റെ പ്രൗഢിയാണ്. അൽഹംദുലില്ലാ, ഇസ്ലാമിനെ പരിഹസിച്ചവർ, ഇസ്ലാമിനെ കളിയാക്കിയവർ, അവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞവർ, മതം ചൂഷണമാണെന്ന് പറഞ്ഞവർ, സ്ത്രീകളെ തളച്ചിടുന്നു എന്ന് പറയുന്നവർ, ഞങ്ങളുടെ അഭിമാനത്തിന് വില തരണമെന്ന്, ഞങ്ങളുടെ ജീവന സുരക്ഷിതത്വമില്ല എന്ന്, ഞങ്ങളുടെ മാനത്തിന് വിലയില്ല എന്ന് മീഡിയകൾക്ക് മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മഹാനാണെന്നും അള്ളാന്റെ നിയമം എത്രത്തോളം മഹത്തരമാണെന്നും മനസ്സിലാക്കപ്പെടുന്ന ഈ സന്ദർഭങ്ങളിൽ ഉറക്കെ ഷഹാദത്ത് കലിമയെ ഹൃദയത്തിൽ ഒന്നുകൂടെ അടിയുറച്ച് സ്ഥാപിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടി എത്ര ശുക്ർ ചെയ്താലും മതി വരില്ല. ഞാൻ തെരഞ്ഞെടുത്ത ഈ രാജപാത എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ നമ്മുടെ ഒരു ഉമ്മ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുആ ചെയ്തിരുന്നു. ഈ വെള്ളിയാഴ്ചയും മറ്റൊരു ഉമ്മ കൂടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇന്ന് രാവിലെ മറവ് ചെയ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഅഫറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഘടിതമായ സ്വഭാവത്തിൽ ഖുർആൻ പഠന ക്ലാസുകളിലാണെങ്കിലും ഖുത്ബയിലാണെങ്കിലും നമസ്കാരത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മളിങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായി നമുക്കിതിൽ ആഗ്രഹിക്കാൻ കഴിയാവുന്ന വലിയൊരു നേട്ടം എന്ന് പറഞ്ഞത്, നമ്മളുടെ കൂട്ടത്തിൽ ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ അവിടെ ആത്മാർത്ഥമായി അല്ലാഹു മഅഫിർ ലഹു വറഹംഹു എന്ന് പറയാൻ കഴിയുന്നൊരു സ്നേഹബന്ധമാണ്. തൃശൂർ ജില്ലയിലുള്ള എന്റെ ഒരു മരണവാർത്ത നാളെ നിങ്ങളുടെ ഫോണുകളിലൂടെ വരുമ്പോൾ അത് ഞങ്ങളുടെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയാവുന്നൊരു ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതൊന്നുമില്ല. പ്രിയമുള്ളവരെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, 100 മുവഹിദുകളായ ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ ആ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു മഅഫിർ ലഹു വറഹംഹു എന്ന് പറഞ്ഞ മയ്യത്ത് മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ നമസ്കാരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു നേട്ടം നമുക്ക് നേടാനില്ല. മാത്രമല്ല, ഒരു മരണവാർത്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാർത്ഥമായി ഓടിയെത്താൻ കഴിയാവുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ, അതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിന്റെ വലിപ്പം അറിയുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത് വരുന്ന ഒരു ഹദീസിലൂടെ കാണാം, മൻ തബിഅ ജനാസ, ഒരാൾ ഒരു ജനാസയെ അനുഗമിക്കുകയാണ്, ഏതുവരെ ഹത്താ യുസല്ലി അലൈഹ, ആ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നവരെ, വയുഫ്റഅ മിൻഹ, എന്നിട്ട് അതിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചതിൽ നിന്ന് വിട പറയുമ്പോൾ ഫലഹു ഖീറാത്വാൻ, ആ മനുഷ്യന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്നാൽ. ജനാസയെ അനുഗമിച്ചു, മയ്യത്ത് നമസ്കരിച്ച് മറവ് ചെയ്ത് പിരിഞ്ഞു പോരുമ്പോ ആ മനുഷ്യന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്നാൽ. വീണ്ടും പറഞ്ഞു, വമൻ തബിഅഹ ഹത്താ യുസല്ലി അലൈഹ, ആ മനുഷ്യൻ അതിന്റെ പിന്തുടർന്ന് നമസ്കാരം വലയാൻ, ബാക്കി കാര്യങ്ങളിലൊന്നും ആ മനുഷ്യൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫലഹു ഖീറാത്ത്,
ആ മനുഷ്യന് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. പൂർത്തീകരിച്ചാൽ 2 ഖീറാത്തുണ്ട്. നിസ്കാരം മാത്രം നിർവഹിച്ചു വന്നാൽ 1 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലുണ്ടോ അവനെ കൊണ്ട് സത്യം, ലഹുവ അസ്ഖലു ഫീ മീസാനിഹി മിൻ ഉഹദ്, അത് മീസാനിൽ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഉഹദിനെക്കാളുമുണ്ടെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ ജബലെടുക്കുകളെക്കാളും കനമുണ്ട് മീസാനില് ഒരു ഖീറാത്തിനെന്നാണ്. പ്രിയമുള്ളവരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമോ, സ്വർഗമാണോ നരകമാണോ എന്ന് വിധി അറിയാൻ കാത്തു നിൽക്കുമോ, നന്മ തിന്മകൾ മീസാനിലൂടെ കടന്നു വരുമ്പോ ഒരു ഖീറാത്ത് എന്ന് പറയുന്ന ഉഹദിനെക്കാളുമുണ്ട് എന്നാൽ 2 കിലോമീറ്റർ ഉയരവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഉഹദിന്റെ ജബലെടുക്കുകളെക്കാളും പുണ്യമുണ്ടാകും ഒരു ഖീറാത്തിനെങ്കിൽ. 2 ഖീറാത്താണ് ഒരു ജനാദ സംസ്കരണത്തിൽ പരിപൂർണമായി പങ്കെടുക്കുമോ അള്ളാഹു നൽകുന്നതെങ്കിൽ ഒഴിവാക്കണോ? പ്രിയമുള്ളവരെ, പരസ്പരം കടമ നിർവഹിക്കാൻ, എനിക്കെന്റെ മീസാനിലൂടെ പുണ്യം നേടാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരാൻ നമ്മൾ തയ്യാറാവുക. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനുള്ള ഇത്തരം നന്മകളുടെ അവസരങ്ങളെ നമ്മൾ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു തൗഹീദിന്റെ പള്ളി കൂടെ അൽഹംദുലില്ലാ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറവല്ലൂരിലെ അടുത്ത റമദാനോടുകൂടെ അവിടെ ഇബാദത്തുകൾ ആരംഭിക്കണമെന്ന നിയ്യത്തിലാണ്. നമ്മളുടെയൊക്കെ പ്രാർത്ഥനയിലും സാമ്പത്തികമായ സഹകരണത്തിലും പ്രസ്തുത വിഷയമുണ്ടാകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് ജീവിക്കാനും പൂർണ്ണമായ തൗഹീദോടുകൂടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ല അല്ലാഹ്. സ്വർഗ്ഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المجاهدين المضاعفين في فلسطين وفي رفاه وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم رب